സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനായ നാരായണ ഗുരുവിന് കോടി കോടി മനോമലരുകൾ അർപ്പിച്ചുകൊണ്ട് കോട്ടയം ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിതമായ 5 ക്ഷേത്രങ്ങൾ. കോട്ടയം നാഗമ്പട ക്ഷേത്രം തൃപ്പാദങ്ങൾ 1928 ജനുവരി 16, 17, 18 തീയതികളിൽ SNDP യോഗത്തിന്റെ 108 ശാഖകൾക്ക് തൃക്കരങ്ങളാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകി. അറിവിന്റെ തീർത്ഥാടനമായ ശിവഗിരി തീർത്ഥാടനം ശ്രീനാരായണ ഗുരുദേവൻ നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് അനുമതി നൽകിയത്. കോട്ടയത്ത് തൃപ്പാദങ്ങൾ ആദ്യം പ്രതിഷ്ഠിതമായ ക്ഷേത്രമാണ് കുമരകം ശ്രീ കുമാരമംഗലം ക്ഷേത്രം. കുമരകം ശ്രീ കുമാരമംഗലം ക്ഷേത്രത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ വിചിന്തനം ചെയ്യുന്നത്. ഏതാണ്ട് 112 വർഷങ്ങൾക്ക് മുമ്പ് സാധാരണക്കാരായ കക്കാവായ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും കൂലിവേലക്കാരും എന്നുവേണ്ട 2400 പരം കുടുംബങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു ദ്വീപായിരുന്നു കുമരകം. എന്നിരുന്നാലും അവിടെ ഒരു ഈഴവ സമാജമുണ്ടായിരുന്നു. 7 ഈഴവ പ്രമാണിമാർ നയിച്ചിരുന്ന ഈഴവ സമാജം. ഒരിക്കൽ അവർ തൃപ്പാദങ്ങളെ കുറിച്ച് അറിയുകയുണ്ടായി. അവർക്ക് അതിയായ ആഗ്രഹമുണ്ടായി. തൃപ്പാദങ്ങളെ ഒന്ന് കാണണം, കുമരകത്തേക്ക് കൊണ്ടുവരണം. ഇതായിരുന്നു ഇവരുടെ ആഗ്രഹം. ഇന്നത്തെ പോലെ അന്ന് വാഹന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കുമരകത്ത് വള്ളത്തിലായിരുന്നു യാത്രകൾ കൂടുതലും. കാരണം കുമരകം ഒരു ദ്വീപായിരുന്നു. അങ്ങനെ അവർ തൃപ്പാദങ്ങളെ കാണുവാൻ യാത്രയാവുകയാണ്. ഒരു വലിയ കെട്ടുവള്ളത്തിലാണ്. അതിനുവേണ്ട ഭക്ഷണവും പച്ചക്കറിയും മറ്റുമൊക്കെയായി കുറെ ദിവസങ്ങളുടെ വ്രതവുമായി അവർ യാത്ര ശിവഗിരിയിലേക്ക്. അന്ന് ശിവഗിരി വർക്കല തുരപ്പുള്ള കാലമാണ്. തൃപ്പാദങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് കൈതക്കോണം എന്നായിരുന്നു ശിവഗിരിയുടെ പേര്. തൃപ്പാദങ്ങളാണ് ശിവഗിരി എന്ന് നാമകരണം ചെയ്തത്. ശിവം എന്നാൽ മംഗളം, ശിവം ഭവതി കല്യാണം. ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ സഞ്ചരിച്ചിരുന്ന നാടായിരുന്നെന്നാണ് തൃപ്പാദങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ശിവഗിരി ഒരു സ്വർഗമാണ്. അങ്ങനെ അവർ കെട്ടുവള്ളത്തിൽ ശിവഗിരിയിലേക്ക് പുറപ്പെട്ടു. ഏതാണ്ട് കായംകുളം കായലിലായപ്പോഴത്തേക്കും ഒരു കൊതുമ്പ് വള്ളത്തിന് നിറയെ മത്സ്യവുമായി 2 പേര് കിഴക്കോട്ട് തുഴഞ്ഞു പോകുന്നത്.
വ്രതത്തോടു കൂടിയാണ് വരുന്നത്. എന്നാലും കുമരകക്കാരല്ലേ, മീൻ കാണുമ്പോൾ ഒരാഗ്രഹം തോന്നും. പെട്ടെന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറയുന്നു, നമുക്ക് കുറച്ച് മീൻ വാങ്ങിച്ചാലോ? എന്തായാലും ഇനി 3-4 ദിവസം കൂടെ എടുക്കും ശിവഗിരിയിൽ എത്താനായിട്ട്. അത്രയും ദിവസത്തെ വ്രതം എടുത്താൽ മതി. ബാക്കിയുള്ളവരത് ശരിവെക്കുന്നു. ആ കിഴക്കോട്ട് ഊന്നിപ്പോയ ആ വള്ളക്കാരെ കൈകൊട്ടി തിരികെ വിളിക്കുന്നു. മീൻ വാങ്ങിക്കുന്നു. കപ്പയുമുണ്ട്, മീനുമുണ്ട്. പാചകം ചെയ്യുന്നു. ഏതാണ്ട് സാമ്പ്രാണിക്കോടി അടുത്തെത്തിയപ്പോൾ ഭക്ഷണമെല്ലാം പാചകം ചെയ്തത് അവർ കഴിക്കുകയാണ്. ഈ കഴിക്കുന്ന കൂട്ടത്തില് ഏറ്റവും പ്രൗഢിയുള്ള ചൂരപ്പറമ്പിൽ ചേർന്ന് ഭക്ഷണം പാചകം ചെയ്ത ആ ഒരു മീൻ വറുത്ത പാത്രത്തിൽ കുറച്ച് ചോറ് പുരട്ടി ഉണ്ണണമെന്നൊരാഗ്രഹം തോന്നി. തൻ്റെ അടുത്തിരുന്ന നെല്ലിപ്പറമ്പിനോട് പറഞ്ഞു, ആ മീൻ ഉണ്ടാക്കിയ പാത്രത്തിൽ തനിക്ക് കുറച്ച് ചോറ് പുരട്ടി ഉണ്ണണം. അങ്ങനെ അത് പുരട്ടി ഉണ്ണുന്നു. നെല്ലിപ്പറമ്പനോട് ചോദിക്കുന്നു, സഹോദര വേണമെന്ന് ചോദിക്കുന്നു. മുൻചുണ്ടിക്കാരനായ നെല്ലിപ്പറമ്പൻ ഒന്ന് ചോദിച്ചു. എല്ലാവരും കൂടെ ചിരിച്ചു സന്തോഷിച്ച് ശിവഗിരിയിലേക്ക് യാത്രയാവുകയാണ്. ശിവഗിരിയിലെത്തി വർക്കല തുരപ്പില് വള്ളം ഭൃത്യന്മാരെ ഏൽപ്പിച്ചു. ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് തൃപ്പാദങ്ങൾ ഇവിടെയില്ല, അരുവിപ്പുറത്താണ് എന്ന്. ഇവിടുന്ന് ഭൃത്യന്മാരെ വള്ളം ഏൽപ്പിച്ചിട്ട് കാൽനടയായിട്ട് നടന്നു അരുവിപ്പുറത്തെത്തുന്നു. അവിടെ എത്തി ഒന്നുകൂടെ കുളിച്ചു വൃത്തിയായി. തൃപ്പാദങ്ങളെ കാണുവാൻ അനുവാദമൊക്കെ ചോദിച്ചു. തൃപ്പാദങ്ങളെ കാണുന്നു. തൃപ്പാദങ്ങൾ പെട്ടെന്ന് ഇവർക്കിട്ടൊന്ന് നോക്കി. എവിടെയുള്ളവർ? അടിയങ്ങൾ കുമരകംകാരാണേ. ഓ, വേമ്പനാട്ടുകായലിന്റെ കിഴക്കേ തീരക്കാരൻ. ഈഴവർ കൂടുതലുള്ളവർ. കക്കയും മത്സ്യവും പ്രധാനം. മരച്ചീനിയും മത്സ്യവും പ്രധാന ആഹാരം. പെട്ടെന്ന് ഇത് കേട്ട് ചൂരപ്പറമ്പിൽ ചേർന്ന് പറയുന്നു, അടിയങ്ങൾക്ക് അതില്ലാതെ വയ്യ. പെട്ടെന്ന് തൃപ്പാദങ്ങള് ചൂരപ്പറമ്പിലിട്ടൊന്ന് നോക്കുന്നു. അല്പം ഭേദമായവരും മത്സ്യഭാഗം ചെയ്ത പാത്രത്തിൽ ചോറ് പുരട്ടി ഉണ്ടായാൽ ബഹുക്ഷേമമാണ് എന്ന്. ഇത് കേട്ടുകൊണ്ട് ഞങ്ങൾ ആ മീൻ കൂട്ടിയ കാര്യം തൃപ്പാദങ്ങൾ അറിഞ്ഞിരിക്കുന്നു എന്ന് ഊറിച്ചിരിച്ചുകൊണ്ട് അവരെല്ലാവരും തൊഴുതു നിൽക്കുകയാണ്. ഈ സമയത്ത് തൃപ്പാദങ്ങൾ അവിടെയുള്ള ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുന്നു. വിദ്യാഭ്യാസ കാര്യത്തിന് പ്രോത്സാഹനമുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനമില്ലെങ്കിൽ നാട്ടാശാന്മാരെ കൊണ്ട് വിദ്യ കുട്ടികളെ അഭ്യസിപ്പിക്കണമെന്ന് അവരോട് പറയുന്നു. ഇവരുടെ ആവശ്യം എന്താണ്? തൃപ്പാദങ്ങളെ കുമരകത്തേക്ക് കൊണ്ടുവരണം. എങ്ങനെ തൃപ്പാദങ്ങളോട് ചോദിക്കും? അങ്ങനെ നിന്നുകൊണ്ട് സ്വാമി ഞങ്ങളുടെ നാട്ടിലേക്ക് വരുമോ? പെട്ടെന്ന് ഇവർ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ് ഇവരോടുണ്ടായത്. നാം അവിടെ വന്നാൽ എവിടെ ഇരിക്കും? പെട്ടെന്ന് ഇവര് ചിന്തിച്ചു, ശരിയാണ്, കുമരകത്ത് ഒരു നല്ല വീട് പോലും ഇല്ല, ഒരു വൃത്തിയുള്ള വീടില്ല. തന്നെയുമല്ല, കോഴിയും പട്ടിയും പൂച്ചയും ആടും പശുവും എല്ലാം കയറി ഇറങ്ങി നടക്കുന്ന വീടുകൾ. ഇവരത് ആലോചിച്ച് അപ്പൊ തൃപ്പാദങ്ങൾക്ക് ഒരു മഠം പണിയണം, ഒരു സ്കൂളും പണിയണം. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് ഇവര് വള്ളത്തേല് തിരിച്ചു പോരുകയാണ്. പോരുന്ന വഴിയിലെല്ലാം ഇവരുടെ വിചാരം എവിടെ ഒരു മഠം സ്ഥാപിക്കും എന്നതിനെ കുറിച്ചായിരുന്നു. കൂട്ടത്തിൽ പ്രൗഢിയുള്ള ചൂരപ്പറമ്പിൽ ചേർന്ന് പറയുകയാണ്, എൻ്റെ കൊപ്രാക്കുളം തോടിന്റെ തീരവുമാണ്, തന്നെയുമല്ല ശുദ്ധമായ വായുവുമുണ്ട്. തൃപ്പാദങ്ങൾ വന്നാൽ അധികം നടക്കുകയും വേണ്ട. അങ്ങനെ അവർ അവിടെ ചെന്ന്
ഭജനമടക്കാരെ പാലയും വനച്ചിയും ഒക്കെ വെട്ടിക്കൊണ്ടുവന്ന് അവിടെ ഒരു മഠം സ്ഥാപിക്കുന്നു. അതിനുശേഷം അവിടെ ഒരു സ്കൂളും ഒരു ചെറിയ കുടിപ്പള്ളിക്കൂടവും നാട്ടാശാനെ വിദ്യാഭ്യസിപ്പിക്കാനും ഇരുത്തി. കൊച്ചുപിള്ള ആശാൻ തൃപ്പാദങ്ങളെ ഇതറിയിക്കുവാനായിട്ട് അടുത്ത ഒരു ചുരുളം വള്ളത്തിൽ ഇവിടെ വരികയുണ്ടായി. ചെറുതിരിയിൽ വന്നു തൃപ്പാദങ്ങൾ കാണുകയുണ്ടായി. ആ പ്രോത്സാഹനമുണ്ടല്ലോ. നാം വടക്കോട്ട് യാത്രയിൽ ആലപ്പുഴയിലെ മട്ടാഞ്ചേരിയിലെത്തും. അപ്പോൾ നിങ്ങളെ വിവരം അറിയിക്കാം, നമ്മെ കൂട്ടിക്കൊണ്ടു പോവുക. അങ്ങനെ ഇവർ തിരിച്ച് കുമരകത്തെത്തി. കുറച്ച് ദിവസത്തിനുള്ളിൽ അറിഞ്ഞു തൃപ്പാദങ്ങൾ ആലപ്പുഴയിലെ മട്ടാഞ്ചേരിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ചുരുളം വള്ളത്തില് കൊച്ചുപിള്ള പണിക്കരും കൂട്ടരും തൃപ്പാദങ്ങളെ സ്വീകരിക്കുവാനായി പോവുകയാണ് ആലപ്പുഴയിലെ മട്ടാഞ്ചേരിയില്. അവിടെ എത്തുമ്പോൾ അറിയുന്നു തൃപ്പാദങ്ങൾ അവിടെ ഇല്ല. കൂട്ടത്തിൽ ഒരു കറുത്ത ഒരാൾ തുകിൽസഞ്ചിയുമായി പോകുന്നത് കണ്ടു. ആകെ വിഷമമായി. തിരിച്ചു പോരും. അപ്പൊ ഇവരെ കാണാനിട്ട് മറ്റുള്ളവർ അടുത്ത വള്ളത്തില് വരികയാണ്. രണ്ട് വള്ളങ്ങളും തമ്മിൽ കൂട്ടിക്കണ്ടു. സങ്കടത്തോടുകൂടി തിരിച്ചു വരികയാണ്. ജാതി മത ഭേദമന്യേ രണ്ട് കരകളിലും ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് തൃപ്പാദങ്ങളെ ഒരു നോക്ക് കാണുവാനായി. നെല്ലിപ്പറമ്പലും കൂട്ടരും അകലെ നിന്ന് കണ്ടു. തങ്ങൾ പണിത മഠത്തിന്റെ തിണ്ണയിൽ ഒരാൾ ഇരിക്കുന്നു. താഴെ കറുത്ത ഒരാൾ തുകിൽസഞ്ചിയും ധരിച്ച് താഴെ ഇരിക്കുന്നു. അന്നേ നെല്ലിപ്പറമ്പിന് മനസ്സിലായി സ്വാമികളാണെന്ന്. വിളിച്ചു പറഞ്ഞു, സ്വാമികൾ വന്നേ, സ്വാമികൾ വന്നേ. എല്ലാവരും ഓടിയെത്തി. തൃപ്പാദങ്ങൾക്ക് കാഴ്ചദ്രവ്യങ്ങൾ വെച്ചു. കൽക്കണ്ടവും മുന്തിരിയും പഴവും ഒക്കെ. വന്നവർക്കൊക്കെ കൽക്കണ്ടവും മുന്തിരിയും ഒക്കെ തൃപ്പാദങ്ങൾ കൊടുത്തു. കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കാനെത്തിയ കുട്ടികളെ ആ പുഴയിൽ ഇറക്കി കുളിപ്പിച്ച് നാമം ജപിപ്പിച്ചു. ഇങ്ങനെ ഇരിക്കുന്ന വേളയിൽ തൃപ്പാദങ്ങൾ ചോദിക്കുകയാണ്, ഇവിടെ ഒരു ക്ഷേത്രം വേണം. ഭജനസമിതിക്കാരൻ പറയുകയാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല സ്വാമി, എല്ലാം സ്വാമിയുടെ ഇഷ്ടം പോലെ. ആ വേളയിൽ 3-4 ദിവസം തൃപ്പാദങ്ങൾ കുമരകത്തുണ്ടായിരുന്നു. നമുക്കൊരു തട്ടാനെയും ഒരു കല്ലാചാരിയെയും ഒരു മരയാചാരിയെയും വേണം. പെട്ടെന്ന് തന്നെ മരയാചാരിയും കലാചാരിയും തട്ടാനും വരുന്നു. തട്ടാനോട് വെളിയിൽ ഒരു വേല് തീർക്കുവാനും മരയാചാരിയോട് പ്ലാവിൽ ഒരു പീഠം തീർക്കുവാനും കല്ലാചാരിയോട് ഒരു ചിത്രകൂടം പണിയുവാനും ആവശ്യപ്പെട്ടു തൃപ്പാദങ്ങൾ. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു. മഠവും പണിത് തൃപ്പാദങ്ങൾ തൻ്റെ കൂടെ എത്തിയ ആ ശാന്തി, പപ്പു ശാന്തി എന്ന് പറയും. പപ്പു നമ്മുടെ തുകിൽസഞ്ചിയിലെ സുബ്രഹ്മണ്യന്റെ ഒരു ചില്ല് പടമുണ്ട്. അത് തൂത്ത് തുടച്ച് വൃത്തിയായി കൊണ്ടുവരും. തൃപ്പാദങ്ങൾ അത് നെഞ്ചോട് ചേർത്തുകൊണ്ട് മഠത്തിന്റെ പടിഞ്ഞാറോട്ട് ദർശനമായി ഏതാണ്ട് ഒരു സന്ധ്യ സമയം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരും കുമരകക്കാരെല്ലാവരും നാമജപങ്ങളോട് കൂടി നിൽക്കുന്നു. ഏതാണ്ട് വെളുപ്പാകാലമാകുന്നു. ഒരു ദിവ്യ ജ്യോതി എല്ലാവരുടെയും കണ്ണുകളിൽ പ്രവഹിക്കുന്നു. ആർക്കും കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് തൃപ്പാദങ്ങൾ അടുത്ത് നിന്ന പപ്പു ശാന്തിയോട് പറഞ്ഞു, പപ്പു ഇനി പൂജിച്ചോളൂ. ആ വേലും ആ ചിത്രകൂടവും ആ പീഠവും ഇന്നും കുമരകത്തുണ്ട്. കുമരകക്കാർ പാവങ്ങളാണ്, അവർക്കെല്ലാം ഉണ്ടാകും. കുമരകക്കാർക്ക് കുമാരനെ മതി. ശ്രീകുമാരമംഗലം ക്ഷേത്രം എന്ന നാമകരണവും ചെയ്തു.
തൃപ്പാദങ്ങള് ഈ പ്രതിഷ്ഠ കാലയളവില് തൃപ്പാദങ്ങൾ ഒരു കുഞ്ഞു കുട്ടി കോണക കൊടുത്തോണ്ട് ആ തോടിന്റെ തീരത്തിരുന്ന് ചൂണ്ടയിടുന്നു കണ്ടു. ആ കുട്ടിയെ ഇനി മാടി വിളിച്ചു. അടുത്ത് വന്നപ്പോ ആ കുട്ടിയോട് പറഞ്ഞു, സാധുജീവികളെ ഉപദ്രവിക്കരുത്, കൽക്കണ്ടവും മുന്തിരിയും കയ്യിൽ കൊടുക്കുന്നു, നീ നമ്മോടൊപ്പം പോരുന്നോ എന്ന് ചോദിക്കുന്നു. കുട്ടി അന്താളിച്ച് നിൽക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടത് അറിയില്ല. അച്ഛനോടും അമ്മയോടും അനുവാദം ചോദിച്ച് ഏതാണ്ട് 11ാമത്തെ വയസ്സിൽ ശിവഗിരിയിലെത്തുന്നു. 1898 പുറത്തേപ്പറമ്പിൽ കുഞ്ഞന്റെ മകനായി ജനിച്ച കുഞ്ഞ് ഏതാണ്ട് 15 വയസ്സായപ്പോൾ തൃപ്പാദങ്ങൾ വടക്കോട്ടുള്ള യാത്രയും കഴിഞ്ഞു വരുമ്പോൾ കുട്ടിക്ക് ജ്വരം ബാധിച്ച് ഏതാണ്ട് മരണത്തിനോടടുത്ത് കിടക്കുന്നു. അടുത്തു വന്നു തൃപ്പാദങ്ങൾ തലോടി എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. എഴുന്നേറ്റിരുന്നു. നീ മൃത്യുവിനെ തരണം ചെയ്തവൻ മൃത്യുഞ്ജയൻ. ശങ്കരൻ പരദേശി സ്വാമികളിൽ നിന്നും താന്ത്രികത്വം പഠിച്ചു. 1931 ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിന്റെ മേൽശാന്തിയായി തന്ത്രിയായി. മൃത്യുഞ്ജയൻ തന്ത്രി കുമരകത്താണ് മൃത്യുഞ്ജയൻ തന്ത്രിയുടെ ജന്മഗൃഹം. 1981 ജനുവരി മാസം 18-ാം തീയതിയാണ് മൃത്യുഞ്ജയൻ സ്വാമികളുടെ സമാധി. ഇന്നും നിങ്ങൾക്ക് കുമരകത്ത് വന്നാൽ കാണാം. കുമരകത്തിന്റെ ക്ഷേത്രത്തിന്റെ വടക്കേ സൈഡിലായി സ്വാമികളുടെ സ്മൃതി മണ്ഡപം. കുമരകം ഇന്ന് ലോക ഭൂപടത്തിൽ തന്നെ പേര് പതിച്ചിരിക്കുന്നു. തൃപ്പാദങ്ങൾ അന്ന് വരുമ്പോൾ ചെളിയും ചേറും മാത്രമായിരുന്നു അവിടെ. എന്നാൽ തൃപ്പാദങ്ങളുടെ പാദസ്പർശത്താൽ കുമരകം പുണ്യഭൂമിയായി മാറി. നിങ്ങൾ വല്ലപ്പോഴും വന്ന് കുമരകം ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിൽ ഒന്ന് വരണം. ഏകദേശം 2 കോടിയിൽ പരം വിലയുള്ള രഥമാണ് അവിടെയുള്ളത്. സ്കൂളുണ്ട്, കോളേജുണ്ട്, ബാങ്കുണ്ട്. എല്ലാം തൃപ്പാദങ്ങളുടെ കൃപാകടാശം കൊണ്ട് മാത്രം. ഇന്ന് എനിക്ക് ഈ വേദിയിൽ വന്ന് പറയാൻ സാധിച്ചത് എൻ്റെ സ്വാമിയുടെ കൃപാകടാശം കൊണ്ട് മാത്രമാണ്. എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം. ഗുരുദേവ ധർമ്മം വിജയിക്കും.